ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞുതരാൻ പോകുന്ന കഥ ഒരു പച്ചത്തുള്ളൻ്റെയാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു പച്ചത്തുള്ളൻ താമസിച്ചിരുന്നു. മഹാമടിയനായിരുന്ന ഒരു പച്ചത്തുള്ളൻ. ഈ പച്ചത്തുള്ളന് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കേട്ടോ, മണിയനുറുമ്പ്. മണിയനുറുമ്പ് നന്നായിട്ട് പണിയെടുക്കും. മണിയനുറുമ്പിനെ കാട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആരെയും ഉപദ്രവിക്കൂല, എല്ലാ പണികളും എടുക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ജീവി. എന്നാൽ പച്ചത്തുള്ളനോ മഹാമടിയനായിരുന്നു. എല്ലാവരെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. ഒരു പണിയും എടുക്കില്ല. വീട്ടിലും മിണ്ടാതെ കിടന്നുറങ്ങും. വീടെന്ന് പറഞ്ഞാൽ മരക്കൊമ്പ്, കൂടൂല്ല. എന്നിട്ട് അവിടെ കിടന്നുറങ്ങും, പാട്ട് പാടും. രാത്രി എണീറ്റ് പാട്ട് പാടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ജീവികൾക്കൊന്നും ഉറങ്ങാൻ കഴിയില്ല. അവരെല്ലാം പച്ചത്തുള്ളനെ പ്രാഗിക്കൊണ്ടിരിക്കും. അങ്ങനെ ആയിരുന്നു. ഒരു ദിവസം മണിയനുറുമ്പ് പച്ചത്തുള്ളനോട് പറഞ്ഞു, എടാ, മഴക്കാലം വരാൻ പോവുകയല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെക്കണ്ടേ? അരിമണികളൊക്കെ പെറുക്കി കൂട്ടണ്ടേ? നമുക്ക് മഴയത്ത് സുഖമായിരുന്ന് കഴിച്ചൂടെ? ഞാൻ അരിമണി വെറുക്കാൻ പോവാ, നീ പോരുന്നോ? പച്ചത്തുള്ളൻ ഉറക്കെ ചിരിച്ചു. അയ്യോ, കഷ്ടമെടാ നിന്റെ കാര്യം. വെറുതെ ഈ വേനൽക്കാലത്ത് നമുക്ക് പാട്ടൊക്കെ പാടി ഇങ്ങനെ സാധനങ്ങളൊക്കെ തിന്ന് സുഖമായിരിക്കേണ്ട നേരം നീ എന്തിനാ വെയിലും കൊണ്ട് കഷ്ടപ്പെടുന്നേടാ? മണിയനുറുമ്പിനെ പച്ചത്തുള്ളൻ പരിഹസിച്ചു. പാവം മണിയനുറുമ്പ്. പച്ചത്തുള്ളന്റെ വർത്തമാനം ഒന്നും മണിയനുറുമ്പ് കേട്ടില്ല. മണിയനുറുമ്പ് പോയി അരിമണികളെല്ലാം പെറുക്കി മഴക്കാലത്തേക്കുള്ളതെല്ലാം ചാക്കിൽ കെട്ടിവെച്ചു. മഴക്കാലം വന്നു കേട്ടോ. പേച്ചു മഴ. പച്ചത്തുള്ളന് വിശക്കാൻ തുടങ്ങി. എല്ലാ ജീവികളുടെ വീട്ടിലും പോയി മുട്ടി വിളിച്ചു, വല്ലതും തരണേ, വല്ലതും തരണേ. പച്ചത്തുള്ളനെ കണ്ടതോടുകൂടി എല്ലാവരും വാതിൽ കൊട്ടിയടച്ചു. അവസാനം മണിയനുറുമ്പിന്റെ വീട്ടിലേക്ക് പച്ചത്തുള്ളൻ വന്നു. മണിയനുറുമ്പിനോട് ചോദിച്ചു, മണിയനുറുമ്പേ ചങ്ങാതി, എനിക്കിത്തിരി ഭക്ഷണം തായോ? നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ കുറച്ച് അരിമണികളൊക്കെ പെറുക്കി വെക്കാൻ. നീ എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ? ഞാനും എൻ്റെ മക്കളും എല്ലാ അരിമണികളും തിന്നു കഴിഞ്ഞു. മഴക്കാലവും കഴിയാനായി. നീ ഇത്ര കാലം എവിടെയായിരുന്നു? അയ്യോ മണിയനുറുമ്പേ, ഞാൻ നിന്നെ മറന്നടാ. ഞാൻ എല്ലാ ജീവികളുടെ വീട്ടിൽ കൂടി അലഞ്ഞു നടക്കുമായിരുന്നു. ആരും എനിക്ക് ഒന്നും തന്നില്ലടാ. അടുത്ത മഴക്കാലം വരുമ്പോഴും നീ ഇങ്ങനെ തന്നെ ചെയ്തോ. ഒന്നും സമ്പാദിക്കാതെ ഇങ്ങനെ വെറുതെ പാട്ടും പാടി നടന്നോ. അപ്പം നിനക്ക് മനസ്സിലായിക്കോളും. ഇത് കേട്ടപ്പോൾ പച്ചത്തുള്ളന് എല്ലാ തെറ്റും മനസ്സിലായി. അയ്യോ, നീ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. ഞാൻ ഇനി മുതൽ എല്ലാ വേനൽക്കാലത്തും മഴക്കാലത്തേക്കുള്ള ഭക്ഷണമൊക്കെ കരുതി വെക്കാം. എനിക്കിനി തെറ്റുപറ്റില്ല. എൻ്റെ ചങ്ങാതിയാണ് നീ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അത്രയും നല്ല കൂട്ടുകാരനാണ് നീ. ഞാനത് മനസ്സിലാക്കിയില്ലല്ലോ. ഇനി മുതൽ ഞാനും നിന്റെ കൂടെ അരിമണികൾ പെറുക്കാൻ വരാം, പച്ചത്തുള്ളൻ പറഞ്ഞു. ഇത് കേട്ട് മണിയനുറുമ്പിന് സന്തോഷമായി. ഓ, എൻ്റെ ചങ്ങാതി നന്നായല്ലോ. അങ്ങനെ മണിയനുറുമ്പ് ബാക്കിയുള്ള കുറച്ച് അരിമണികൾ ആർക്ക് കൊടുത്തു? പച്ചത്തുള്ളന് കൊടുത്തു. അവർ രണ്ടുപേരും കൂടി മരക്കൊമ്പിലിരുന്നത് കഴിച്ചു. പിറ്റേ വർഷം വേനൽക്കാലമായപ്പോൾ മണിയനുറുമ്പിൻ്റെ കൂടെ പച്ചത്തുള്ളനും സമ്പാദിക്കാൻ പോയി. മഴക്കാലത്തേക്കുള്ള അരിമണികളൊക്കെ പെറുക്കി അവൻ നല്ലൊരു കൂട് വെച്ച് അതിൻ്റെ ഉള്ളിൽ സുഖമായിരുന്നു. എന്നിട്ട് മണിയനുറുമ്പിനെ കെട്ടിപ്പിടിച്ചു. നീയാണ് എൻ്റെ നല്ല ചങ്ങാതി എന്ന് പറഞ്ഞു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? കൊച്ചുമക്കൾക്ക് കഥ ഇഷ്ടമായോ? എന്താണ് ഈ കഥകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം? ഈ കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട. അതും മാത്രമല്ല, നമ്മൾ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മോശ സമയത്ത് നമുക്കതുകൊണ്ട് ഉപകാരം വരും അല്ലേ? നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ 4 പൈസ ഉണ്ടാക്കി വെക്കണം. എങ്കിൽ നമ്മുടെ ആപത്ത് കാലത്ത് നമുക്കത് ഉപകാരപ്പെടും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.